السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. മുഅ്മിനീങ്ങളെ, 10/3/2017 വെള്ളിയാഴ്ചയിലെ UAE ഖുത്ബയുടെ വിഷയം കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനു ബിറസൂലിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വആമിനു ബിറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. യുക്തിക്കും കിഫ്ലൈനി മിർ റഹ്മതിഹി, എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 2 വിഹിതം അവൻ നിങ്ങൾക്ക് കനിഞ്ഞേകും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് മുന്നേറാൻ വഴി നടക്കാൻ ആവശ്യമായ വെളിച്ചം അവൻ നിങ്ങൾക്ക് തീർത്തു തരും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുത്തു തരുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. മുഅ്മിനീങ്ങളെ, കാരുണ്യം ഒരു സുന്ദരമായ ഗുണമാണ്. നന്മയുടെ വിവിധ രൂപങ്ങളും വിവിധ സുഹൃതധാരകളും അത് ഉൾക്കൊള്ളുന്നു. അത്യുന്നതവും ഉദാത്തവുമായ സ്വഭാവ വിശേഷണമാണത്. അല്ലാഹു തന്റെ സ്വത്വത്തിൽ കാരുണ്യത്തെ എഴുതി ചേർത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, കരുണ കാണിക്കുക, അനുഗ്രഹം ചെയ്യുക എന്നത് നിങ്ങളുടെ നാഥൻ തന്റെ ബാധ്യതയായിട്ടാണ് കാണുന്നത്. അഥവാ കരുണയെ അല്ലാഹു തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. പരമകാരുണികനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ കാരുണ്യം ലോകത്തെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും വ്യാപിച്ചു നിൽക്കുകയാണ്. ഖുർആൻ തന്നെ പറയുന്നത് പോലെ, വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം സർവ്വ വസ്തുക്കൾക്കും പ്രവിശാലമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നിതാന്തമാണ്. മനുഷ്യനെയും ഇതര ജീവജാലങ്ങളെയും ജീവനില്ലാത്ത മുഴുവൻ വസ്തുക്കളെയും അത് ചൂഴ്ന്നു നിൽക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം 100 ഭാഗമാണ്, 100 അംശമാണ്. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ, ആ 100 അംശങ്ങളിൽ നിന്ന് ഒരു വിഹിതം മാത്രം അല്ലാഹു ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായി. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹവാം, മനുഷ്യരുടെയും ജിന്നുകളുടെയും മൃഗങ്ങളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഇടയിൽ ആ ഒരംശമാണ് അല്ലാഹു വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഫബിഹായ തആതഫൂന വബിഹായ തറാഹമൂൻ, മൃഗങ്ങളും പ്രാണികളും ഉൾപ്പെടെ മുഴുവൻ ജീവജാലങ്ങളും പരസ്പരം കാണിക്കുന്ന കാരുണ്യവും അനുകമ്പയും ഈ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ, ആ കാരുണ്യം കൊണ്ടാണ് ഒരു പിടിമൃഗം തന്റെ കുഞ്ഞിനോട് അനുകമ്പ കാണിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഅഖറല്ലാഹു 99 റഹ്മ, ബാക്കി 99% കാരുണ്യവും അല്ലാഹു പിന്തിച്ചിരിക്കുകയാണ്, തന്റെ സമീപത്തു തന്നെ വെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അതുകൊണ്ട് അല്ലാഹു അന്ത്യനാളിൽ തന്റെ അടിമകളോട് കരുണ കാണിക്കും ഈ 99 ഭാഗം കൊണ്ട് എന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, അമ്പിയാക്കളും പ്രവാചകന്മാരും പണ്ഡിതന്മാരും സദ്വൃദ്ധരും മുഴുവൻ ജനങ്ങളും അല്ലാഹുവിന്റെ കാരുണ്യത്തെ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഖാല റബ്ബിഗ്ഫിർലി വലി അഖി, റബ്ബേ എനിക്കും എന്റെ സഹോദരനും നീ പൊറുത്തു നൽകണമേ. വഅദ്ഖിൽനാ ഫീ റഹ്മതിക്, ഞങ്ങളെ നിന്റെ കാരുണ്യത്തിൽ നീ പ്രവേശിപ്പിക്കണമേ. വഅൻത അർഹമുർ റഹീമീൻ, നീ പരമകാരുണ്യകനാണ്.
അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് സൂറത്തുൽ കഹ്ഫിൽ ഖുർആൻ അവരെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, നിന്റെ കാരുണ്യം, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യ ലനാ മിൻ അംരിനാ റശദ. ഋജുമാർഗം നീ ഞങ്ങൾക്ക് സജ്ജീകരിച്ചു നൽകുകയും ചെയ്യണമേ എന്നവർ പ്രാർത്ഥിച്ചു അത്രേ. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്: റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, സന്മാർഗം നൽകിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ വഴിതെറ്റിക്കരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്നിൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്. നീ ധാരാളമായി നൽകുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ് എന്നും മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മോട് പറയുന്നു, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണമെന്ന്. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്. നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ. അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ വാതായനങ്ങൾ നീ എനിക്ക് തുറന്നു തരണമേ എന്ന് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അവിടുന്ന് കഷ്ടപ്പാട് അനുഭവിക്കുന്നവനോട് ദുആ ചെയ്യാൻ അവിടുന്ന് പറഞ്ഞു. ദുആഉൽ മക്റൂബ്. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ റഹ്മതക അർജു. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു നിമിഷാർദ്ധം പോലും, ഒരു മിഴിയിമ പോലും നീ എന്നെ ഒറ്റയ്ക്കാക്കരുത്. വഅസ്ലിഹ് ലീ ശഅനി കുല്ല. എന്റെ കാര്യങ്ങൾ മുഴുവൻ നീ എനിക്ക് നേരെയാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധ്യനില്ല എന്ന് കഷ്ടപ്പാടിലകപ്പെട്ടവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജനതകളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ പ്രവാചകന്മാർ തന്നെയും ആ സമൂഹങ്ങൾക്ക് കാരുണ്യമായാണ് നിയോഗിക്കപ്പെട്ടത്, അനുകമ്പയായാണ് നിയോഗിക്കപ്പെട്ടത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സമൂഹത്തോട് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി റഹ്മതൻ മിൻ ഇൻദി. ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തത്തിന്മേലാവുകയും അവന്റെ അനുഗ്രഹം എനിക്ക് നൽകിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഗ്രഹിക്കാനാവാതിരിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ അവരോട് ചോദിക്കുന്നുണ്ട്. മുൻകാലഘട്ടങ്ങളിലെ ഓരോ പ്രവാചകന്മാരും ആ ജനതയ്ക്കു മാത്രം അനുഗ്രഹമായിരുന്നെങ്കിൽ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായപ്പോൾ ലോകർക്കാകമാനം അവിടുന്ന് അനുഗ്രഹമായി. ഖുർആൻ പറയുന്നത് പോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകത്തിനാകമാനം കാരുണ്യമായല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുനിയോഗത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കാണാം: ഇന്നമാ ബുഇസ്തു റഹ്മ. ഞാൻ കാരുണ്യമായാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് വീണ്ടും പറയുന്നു: ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാത്ത്. അല്ലാഹുവിൽ നിന്ന് ഓശാരമായി നൽകപ്പെട്ട കാരുണ്യമാണു ഞാനെന്ന്. ഖുർആൻ എന്ന അമാനുഷിക ഗ്രന്ഥം അല്ലാഹു മാനവകുലത്തിനു നൽകിയ അനുഗ്രഹമാണ്, കാരുണ്യമാണ്. അല്ലാഹു പറയുന്നത് പോലെ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശവും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പിടിപെട്ട രോഗങ്ങൾക്ക് ശമനവും ഇതാ ആഗതമായിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് സന്മാർഗവും കരുണയുമാണ് എന്നും ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ നമ്മോട് പറയുകയാണ്. അല്ലാഹു വീണ്ടും പറയുന്നു: അവലം യക്ഫിഹിം അന്ന അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. ഓതി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ അവതീർണമായിരിക്കുന്നു എന്നതു തന്നെ ദൃഷ്ടാന്തമായി പര്യാപ്തമല്ലേ അവിശ്വാസികൾക്ക്? എന്നിട്ട് ഖുർആൻ പറയുന്നു: ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ജനതയ്ക്ക് ഖുർആനിൽ സന്മാർഗവും അനുഗ്രഹവുമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്.
നമ്മുടെ കൺമുന്നിലെ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് നാം അള്ളാഹുവിന്റെ കാരുണ്യം കരഗതമാക്കുക? എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ആവോളം നേടുവാൻ നാം ചെയ്യേണ്ടത്? ആരൊരാൾ അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നുവോ അതിന് അള്ളാഹു ഏർപ്പെടുത്തിയ നിബന്ധന പൂർത്തീകരിക്കാൻ അവൻ സന്നദ്ധനാവേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കണം, തുർഹമു എന്നാൽ നിങ്ങളോട് കരുണ കാണിക്കപ്പെടും, വഗ്ഫിറു നിങ്ങൾ ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കണം, പുറത്തു കൊടുക്കണം, യഗ്ഫിരില്ലാഹു ലക്കും എന്നാൽ അള്ളാഹു നിങ്ങളോടും വിട്ടുവീഴ്ച കാണിക്കും. കാരണം കാരുണ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഉന്നതമായ വിശേഷണമാണ്. ഖുർആനും തിരുസുന്നത്തും ഏറെ പ്രോത്സാഹിപ്പിച്ച ഗുണമാണ്. ഏതൊരാൾ അള്ളാഹുവിന്റെ ഉദാത്തമായ വിശേഷണങ്ങളെ പിൻപറ്റുന്നുവോ, അവയെ മുറുകെ പിടിക്കുന്നുവോ, അള്ളാഹു അവനോട് കൂടെയുണ്ടാകും, അള്ളാഹു അവന് പ്രതിഫലം നൽകുകയും ചെയ്യും. ആതൊരാൾ ഇതരരോട് കാരുണ്യ കാണിക്കുന്നുവോ അള്ളാഹുവിന്റെ കാരുണ്യം അവന് തീർച്ചയായും ലഭിക്കും. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, ആളുകളോട് കരുണ കാണിക്കുന്നവന്, അനുകമ്പയുള്ളവന്, യർഹമുഹുമുർ റഹ്മാൻ അവനോട് അള്ളാഹു കരുണ കാണിക്കും. യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലെ നിങ്ങളുടെ സഹജീവജാലങ്ങളോട്, സഹപ്രവർത്തകരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹംകും മൻ ഫിസ്സമാ, എന്നാൽ ആകാശത്തുള്ള ഉന്നതനായ തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. സ്വന്തം മക്കളോട് മാതാപിതാക്കൾ കാണിക്കുന്ന ലാളനയും വാത്സല്യവും അള്ളാഹു നൽകിയ ഈ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മകൻ അപ്രത്യക്ഷനാവുമ്പോഴേക്ക് വിഹ്വലരായി പോകുന്ന മാതാപിതാക്കളെ നാം കാണുന്നത്. അതുകൊണ്ടാണ് രോഗാതുരനാവുമ്പോഴേക്ക് മകനെയോർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ നാം കാണുന്നത്. അതുകൊണ്ടാണ് മകന്റെ സന്തോഷത്തിന് വേണ്ടി, മക്കളുടെ ഉത്സാഹത്തിന് വേണ്ടി രാവുകൾ പകലാക്കുന്ന ഉമ്മമാരെ നാം കാണുന്നത്. അതുകൊണ്ടാണ് തന്റെ ജോലിസ്ഥലത്ത് കഠിനാധ്വാനം ചെയ്ത് തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന രക്ഷിതാക്കളെ, ഉപ്പമാരെ നാം കാണുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. അവരോട് കാരുണ്യ പ്രകടനം വാജിബാണെന്ന് ഖുർആൻ പറയാനും കാരണം അതാണ്. ഖുർആൻ പറയുന്നു, ഇഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറകുകൾ നീ വിരിച്ചു കൊടുക്കണം, താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ എന്നു മാത്രമല്ല, നീ പ്രാർത്ഥിക്കുകയും വേണം. റബ്ബിർഹംഹുമാ, റബ്ബേ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ. കമാ റബ്ബയാനി സഗീറ, കുഞ്ഞുനാളിൽ അവരെന്നെ പരിപാലിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മിനിങ്ങളെ, അതിവിശുദ്ധമായ ഭാര്യാഭർത്തൃബന്ധവും കാരുണ്യത്തിന്റെ അടിത്തറയിലാണ് നിലകൊള്ളുന്നത്. ഖുർആൻ പറയുന്നത് പോലെ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇണകൾക്കിടയിൽ പരസ്പര സ്നേഹവും കാരുണ്യവും തീർത്തത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഭാര്യയോട് ഭർത്താവ് കാണിക്കുന്ന അനുകമ്പയും ശ്രദ്ധയും പരിഗണനയും ലാളനയും ഈ കാരുണ്യത്തിന്റെ പ്രത്യക്ഷ രൂപമാണ്. ഭാര്യ ഭർത്താവിന് നൽകുന്ന സ്ഥാനവും അവന്റെ തൊഴിൽ സാഹചര്യങ്ങളോട് കാണിക്കുന്ന പ്രാധാന്യവും ഉത്തരവാദിത്ത നിർവഹണത്തിൽ നൽകുന്ന പിന്തുണയും സമർപ്പണ ബോധത്തോടെയുള്ള കുടുംബ ഭരണവും സന്താന പരിപാലനവുമെല്ലാം ഈ കാരുണ്യത്തിന്റെ ഭാഗമാണ്. കുട്ടികളോട് മൃദുലമായും അനുകമ്പയോടെയും പെരുമാറുന്നത് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോട് അനുകമ്പ കാണിക്കുമായിരുന്നു. അവരോടുകൂടെ വിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. അവരെ ചുമലിലേറ്റുമായിരുന്നു. ഒരു ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നബി തങ്ങൾ കുഞ്ഞുങ്ങളോട് കളിക്കുന്ന നേരം ഒരാൾ അത്ഭുതം പറഞ്ഞുവത്രേ, ഇന്നലി അശറതൻ മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഞാൻ അവരിൽ ഒരാളെ പോലും ഇതുവരെ ചുംബിച്ചിട്ടില്ല, ചുംബനം നൽകിയിട്ടില്ല.
ആ നേരം നളറ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി അദ്ദേഹത്തെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു അത്രേ, മൻ ലാ യർഹം ലാ യുർഹം, ആളുകളോട് കരുണ കാണിക്കാത്തവൻ, കരുണ ഉള്ളിലില്ലാത്തവൻ, ലാ യുർഹം, അവനോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്ന്. അധ്യാപകൻ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന സഹൃദയത്വവും കുട്ടികൾക്കിടയിലെ, വിദ്യാർത്ഥികൾക്കിടയിലെ പിന്നാക്കക്കാർക്ക് നൽകുന്ന പ്രത്യേക ശ്രദ്ധയും മികച്ചു നിൽക്കുന്നവർക്ക് നൽകുന്ന അർഹമായ പ്രോത്സാഹനവും എല്ലാം അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. മേലുദ്യോഗസ്ഥൻ തന്റെ കീഴുദ്യോഗസ്ഥരോട് കാണിക്കുന്ന പരിഗണനയും നല്ല പെരുമാറ്റവും ദയാമസൃണമായ നിലപാടുകളും അവരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗം തന്നെയാണ്, കാരുണ്യത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നിശ്ചയം അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഔദാര്യം നന്മ പാലിക്കുന്നവരോട് സമീപസ്ഥമാണ് എന്ന ഖുർആനിന്റെ ആഹ്വാനമാണ് നമുക്കിതിന് പ്രേരണയാവേണ്ടത്. മുഅ്മിനീങ്ങളെ, നാം അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടും കുടുംബങ്ങളോടും നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനുമായി കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളോടും നാം കാരുണ്യമുള്ളവരാവണം. എന്നു മാത്രമല്ല, നമ്മുടെ കാരുണ്യം ഇതര ജീവജാലങ്ങളിലേക്കും പക്ഷിമൃഗാദികളിലേക്കു പോലും ഉണ്ടാവണമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കലശലായ ദാഹം അനുഭവപ്പെട്ട് സമീപത്തു കണ്ടെത്തിയ കിണറിൽ നിന്ന് ദാഹം ശമനം വരുത്തി പുറത്തു വന്നപ്പോൾ അതികഠിനമായ ദാഹത്താൽ നാവ് പുറത്തിട്ട് നനഞ്ഞ മണ്ണിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നായക്ക് ആ കിണറ്റിലിറങ്ങി തന്റെ പാദരക്ഷയിൽ വെള്ളം നിറച്ച് നായയുടെ ദാഹം മാറ്റിയതു കാരണം അള്ളാഹു ആ മനുഷ്യന് നന്ദി ചെയ്യുകയും അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്തുവെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ, ഞങ്ങൾക്ക് മൃഗങ്ങളിൽ പോലും പ്രതിഫലമുണ്ടോ, കൂലി ലഭ്യമാണോ? അവിടുന്ന് പറഞ്ഞു, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, ഏതു ഹൃദയത്തിലും ഏതു ജീവജാലത്തിലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭ്യമാണ്, പ്രതിഫലവും ലഭ്യമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ കാരുണ്യത്തിന്റെ പാഠം, ജനതതികൾ തമ്മിൽ കൈമാറേണ്ട ഈ മഹത്തായ സന്ദേശം നാം നമ്മുടെ തലമുറകൾക്ക് കൈമാറേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ഇത് നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.